ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ അഗ്ലോണിമ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, ബുഷിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നടാമെന്ന് വിചാരിക്കുകയാണ്. തീരെ കുഞ്ഞു തൈകളല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ മാറ്റി നട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഏത് വെറൈറ്റി ആണെന്നൊന്നും അറിയില്ല. ഇതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്, സെയിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാറ്റി വയ്ക്കുന്നത്. കുറേ 3-4 ടൈപ്പ് അഗ്ലോണിമ എൻ്റെ കയ്യിലുണ്ട്. എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ സെയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണ്ണും കരിയില കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ആ പോട്ടിലേക്കാണ്, പ്ലാസ്റ്റിക് ബാഗിലേക്കാണ് മാറ്റി നടുന്നത്. ഇപ്പോൾ മഴ സമയമായത് കാരണം ഏത് ടൈപ്പിലുള്ള ചെടികളായാലും നമുക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്. വേഗം അവ വേര് പിടിച്ച് കിട്ടും. നല്ല ശക്തിയായ മഴയിൽ നിന്നൊന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചിരുന്നാൽ മാത്രം മതി. വാടിപ്പോകാതെ നമുക്ക് എല്ലാ ചെടികളെയും പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ കുറേ ചെടികൾ ഇങ്ങനെ പ്രൊപ്പഗേഷന് വെച്ചിട്ടുണ്ട്. ചെടികൾ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ട്യൂബറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 1-2 ഫ്രണ്ട്സ് എൻ്റെ ഇവിടെ അടുത്തുള്ളവർ തന്നെ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബുച്ചയിൽ മുട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, 3 ടൈപ്പ് ഒന്നിച്ച് വാങ്ങിയതായിരുന്നു. പക്ഷേ ബുച്ചയിലും എനിക്ക് മുട്ട് വന്നില്ല. ബുച്ചയിലും പിങ്ക് ക്ലൗഡിലും മുട്ട് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ബുച്ചയിലും മുട്ട് വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം മഴയൊക്കെ ആയത് കാരണം ഇത് നട്ടു വെച്ചിട്ട് ഷെയ്ഡിലോട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം മറ്റുള്ള അഗ്ലോണിമയും കൂടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-2-3 ടൈപ്പ് കലാത്തിയ ചെടികളും ഉണ്ട്. അതെല്ലാം കൂടെ ആയതിനു ശേഷം സെയിലിന് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇത് ഞാൻ മാറ്റി നട്ടതിന് ശേഷം കുറച്ച് സാഫ് വെള്ളം കലക്കി ഒഴിക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് വേരൊന്നും ചീഞ്ഞു പോകണ്ടെന്ന് കരുതി അങ്ങനെ ചെയ്യുന്നുണ്ട്. വരുന്ന്